ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരത്ത് അമ്മയോട് ഭയങ്കരമായിട്ട് ക്ഷമ ചോദിക്കണം. അമ്മേനോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത് വളരെയേറെ തെറ്റായിപ്പോയി, ഞാൻ നിങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചു, അതെല്ലാത്തിനും എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം അമ്മ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോനെ, ക്ഷമ പറയേണ്ടത് എന്നോടല്ല. കാരണം നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നിന്നെ പുറത്തിറക്കണമെന്നും പറഞ്ഞുകൊണ്ട് പരക്കം മാഞ്ഞ് നടന്ന നിന്റെ സച്ചേട്ടനോടാണ് നീ ക്ഷമ ചോദിക്കേണ്ടത് മോനെ എന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരത്ത് സച്ചി ഒന്ന് നോക്കണം. അപ്പൊ സച്ചി പറയണ, പക്ഷെ എന്താ അമ്മ ഈ പറയുന്നത്? എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ കടമ ചെയ്തു. പക്ഷേ അവൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തല്ലോ, അവൻ്റെ മനസ്സിൽ ആ ഒരു വാശി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ, അതൊന്നും സാരമില്ല. ഇപ്പം അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, അവൻ്റെ പഠിപ്പിനെ കുറിച്ച് ചിന്തിക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ സച്ചി പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മയാണെങ്കിൽ അങ്ങനെയല്ല മോനെ, കാരണം നീ ചെയ്ത ഉപകാരങ്ങൾ അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇത്രയും ഓടി നടന്നു, അവനെ പോലീസുകാർ പിടിച്ചിട്ട് പോയി. പക്ഷേ നീ ഉറക്കമില്ലാതെ അവന് വേണ്ടി ഓടി ഓടി ലാസ്റ്റ് അവനെ നീ പുറത്തിറക്കിയില്ലേ, ഏതു മുഖേനയും ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ പുറത്തിറക്കിയില്ലായിരുന്നെങ്കിൽ അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നാനായിരുന്നില്ലേ. എൻ്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അവനെ ന്യായീകരിക്കുന്നൊന്നുമല്ല. പക്ഷേ അവൻ ജയിലിലായി പോയി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ഭാവി ജീവിതം എന്താകുമായിരുന്നു. പക്ഷെ അതെല്ലാമാണ് സച്ചിമോനെ നീ നേടിക്കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീടമ്മേ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അപ്പോഴേക്കും ശരത്ത് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സച്ചിയേട്ടാ, എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാ, ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ് സച്ചിയേട്ടാ, അതിനെന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയണം. എടാ ശരത്തെ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്താ നിനക്ക് അന്യനാണോ? അല്ലല്ലോ. ഞാൻ നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ്. നീ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ നിന്നെ തിരുത്തിയിട്ടുണ്ട്, നിന്നെ ഞാൻ അടിച്ചിട്ടും ഉണ്ട്. അതെല്ലാം നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോൾ നിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്, നീ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് നീ ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് അറിഞ്ഞപ്പോഴേക്കും നിന്നെ രക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സ് തോന്നിയത്. പിന്നെ ഈ ഏട്ടന് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി, നീ എന്താ ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചിയേട്ടൻ പറ, എന്താണെങ്കിലും ഞാൻ സച്ചിയേട്ടന് വേണ്ടി ചെയ്തു തരും, പറ സച്ചിയേട്ടാ. എങ്കിലേ നീ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിക്കണം, നിനക്ക് നല്ല ജോലി കിട്ടണം, ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഈ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം മോനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരത്തിൻ്റെ കണ്ണുകളൊക്കെ നിറയുക. അപ്പോഴേക്കും രേവതിയെ ഒരു വഴിയായിട്ടായിട്ട് തന്നെ പറയണം, കണ്ടില്ലേ, രേവതിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല. അത് വീട്ടിലെ സാഹചര്യം കൊണ്ട്. പക്ഷെ അവൾ തോറ്റു പിന്മാറിയോ? ഇല്ല. അവള് പൂക്കടയിട്ടു, പൂ കെട്ടുന്ന ജോലി ചെയ്തു, അവൾ അതിൽ എന്തെല്ലാം വരുമാനങ്ങളെല്ലാം കണ്ടെത്തുന്നുണ്ടെന്ന് അറിയാവോ നിനക്ക്? എനിക്കിതേ സ്വന്തമായിട്ടൊരു കാറ് മേടിച്ചെന്നില്ല അവള്. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാ രേവതി ചെയ്തത്. അതേപോലെ തന്നെ നിന്റെ ചേച്ചിയെ കണ്ട് നീ പഠിക്കണം. ഈ പഠിക്കണം എന്നുള്ളൊരു വാശി മനസ്സിലുണ്ടാകണം. താനൊരു കാര്യം സാധിച്ചെടുക്കും, എനിക്കത് വേണം എന്നുള്ളൊരു വാശി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിനും മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നുക. സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ പറയണം, മോനെ എന്തായാലും എനിക്ക് മോൻ്റെ അമ്മയൊന്ന് കാണണം, അവരോട് എനിക്ക് മാപ്പ് പറയണം. എന്തിന്? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാപ്പ് പറയാനായിട്ട് അമ്മ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ആട്ടിപ്പുറത്താക്കും. എൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് ആട്ടിപ്പുറത്താക്കും. അങ്ങനെയല്ല മോനെ, എൻ്റെ മകൻ ചെയ്തത് തെറ്റ് തന്നെയാ. അവരുടെ കയ്യിൽ നട്ടാപ്പകല് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ ഇവൻ. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു വിങ്ങൽ എപ്പോഴും ഉണ്ടാകും. ഓരോ അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതൊക്കെ. അതിന് അങ്ങനെ അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും എൻ്റെ അമ്മ ഇവന് കൊടുത്തായിരുന്നല്ലോ. അവൻ അടിച്ചു, എന്തെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവനെ പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് മതി. അങ്ങനെയല്ല, എന്നാലും ഒരു കണക്കിന് അവൻ പോയി മാപ്പ് പറയുന്നത് നല്ല തന്നെയാ. മുതിർന്നവരല്ലേ, അവരുടെ ശാപമൊക്കെ എന്തിനാണ് മേടിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ മാപ്പ് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല സച്ചി, എനിക്ക് അവരെ കാണാം. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ, അതേ സച്ചിയേട്ടാ, ഏതായാലും അമ്മയെ പോയി കണ്ടിട്ട് പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അച്ഛനാണെങ്കിൽ അമ്മയില്ലാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. കണ്ടില്ലേ, മൂകത എപ്പോഴും കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം ആ ഒരു കാര്യം രേവതി നീ പറഞ്ഞ സത്യം തന്നെയാണ്.
കാരണം അച്ഛനും അമ്മയില്ലാതെ ജീവിക്കാനായിട്ടേ പറ്റില്ല. അതുകൊണ്ട് അമ്മ എപ്പോഴും അച്ഛൻ്റെ കൂടെ വേണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. നമ്മുടെ മുന്നിൽ കളിച്ച് ചിരിച്ച് വർത്താനം പറയുന്നുണ്ടെങ്കിലും ആ മനസ്സ് എത്രമാത്രം വിങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാവരും കൂടി നേരെ ബാമയുടെ വീട്ടിലേക്ക് ചെല്ലുക. ബാമയുടെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബാമ കഥ തുറക്കുകയാണ്. ആഹാ, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? വാ വാ കയറി വാ, എല്ലാവരും വന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പം എവിടെ അമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ് സച്ചി. ചന്ദ്ര ഇവിടെ തന്നെയുണ്ട്, ഇവിടെ വിട്ട് വേറെ എവിടെ പോകാനായിട്ട്? ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അതേ ചന്ദ്ര വരുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കാലി വരികയാണ്. ഇവരെന്തിനാ ഇവിടെ വന്നത് ബാമേ? ഇവരെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്ര, നിന്നെ കാണാൻ വേണ്ടിയാണ് ഇവർ വന്നത്. എന്നെ കാണാനോ? എന്നെ കാണാൻ ഇവർ വരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇവരെ കാണേണ്ട കാര്യമില്ല, ഇവരോട് പോകാൻ പറ ബാമേ എന്ന് പറയുമ്പോൾ, എന്തിനാണ് ചന്ദ്ര ഇങ്ങനെ പറയുന്നത്? വീട്ടിലേക്ക് ഒരു അതിഥി വന്നിരിക്കുകയല്ലേ, അപ്പം നിന്നെ കാണണമെന്ന് പറഞ്ഞു അവരെ ആട്ടി പുറത്താക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നീ ഇവിടെ വന്നിരിക്കുക, അവരോട് സംസാരിക്കുക, അതിലെന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും, എനിക്ക് ഇവരെ കാണുന്നത് പോലും കലിയാ, ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിട്ട് നീ ക്ഷമിക്കുക ചന്ദ്രേ, നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയാണെങ്കിൽ, അതെ ചേച്ചിയോട് ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ് എൻ്റെ മകൻ ചെയ്തത്. അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ക്ഷമ ചോദിക്കാനോ? നീയൊക്കെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മകൻ ചെയ്തത് ഇല്ലാതെയാകോ? നട്ടാ പകല് എൻ്റെ കയ്യിൽ നേച്ച പണം തട്ടിപ്പറിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് പോയവനാണ് ഇവനെ എനിക്കങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ? ഇവനോട് ക്ഷമിക്കാനും എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ല, എൻ്റെ മകൻ്റെ ഭാവി ജീവിതം എവിടെ പോകുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി നിങ്ങൾ കേസ് പിൻവലിച്ചത്. അതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ മകനോട് ക്ഷമിച്ചു എന്നർത്ഥം വെച്ചുകൊണ്ടിട്ട് തന്നെയല്ലേ? ക്ഷമ വെറുതെ പൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ കേസ് പിൻവലിച്ചത് എന്ന് ചന്ദ്ര അവിടെ നല്ല ഡയലോഗ് അടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണ കണ്ടില്ലേ, അവർ ക്ഷമ ചോദിക്കുന്നത് കണ്ടില്ലേ, പിന്നെ എന്തിനാ അമ്മ മുഖം ഉമ്മെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്? അവരോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാൻ പാടില്ല. നീ പോടാ, നീ ആരാടാ എന്നോട് പറയാനായിട്ട്? നീ നിന്റെ ഭാര്യയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് നടക്കുന്നവനല്ലേ. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ചിലയ്ക്കാനായിട്ട് നിൽക്കണ്ട, എനിക്ക് ആരോട് മാപ്പ് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവിടെ പറയാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരത്ത് നീ നോക്കി നിൽക്കണ്ട, നീ ചെല്ല്, ആൻറ്റിയോട് പോയി മാപ്പ് പറഞ്ഞിട്ട് വാ. അങ്ങനെ ശരത്ത് നേരെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. ചന്ദ്ര ചെന്നിട്ട്, ആൻറ്റി ഞാൻ ചെയ്തത് വളരെയേറെ തെറ്റായിപ്പോയി. ഞാൻ എത്ര ക്ഷമ ചോദിച്ചാലും അതിനൊന്നിനും പരിഹാരം ആവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ കുറേ ആൾക്കാർ കൂടി പ്രലോഭിപ്പിക്കുകയായിരുന്നു ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടു പോകാനായിട്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് കുറ്റബോധം മനസ്സിലുണ്ടായത്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഇനി മേലാൽ അത്തരത്തിലുള്ള പരിപാടി എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ആൻറ്റി, എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാം. ഇവനോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ചിട്ടാണ് ചന്ദ്ര നിൽക്കുന്നത്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ശരത്തെ, എടാ നീ ക്ഷമ ചോദിച്ചല്ലോ, ഏതായാലും അത് മതി, നിങ്ങളെല്ലാവരും പൊയ്ക്കോ, ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിൽക്കുക. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീ ആരാടാ എന്നെ ഭരിക്കാനായിട്ട്? ഞാൻ വീട്ടിലേക്ക് വരും, വരാതിരിക്കും, അതല്ല എൻ്റെ ഇഷ്ടം, അതൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി പറയണം, അമ്മ ഇങ്ങനെ ഇവിടെ നിന്നാൽ ശരിയാവില്ല അമ്മേ, അച്ഛൻ ഭയങ്കര സങ്കടത്തിലാണ് അമ്മ വരണം അമ്മേ. കൊള്ളാലോടി നീ, എന്താ അമ്മ ഇത്? അമ്മ വീട്ടിലേക്ക് വരേണ്ടത് അമ്മയുടെ വീടല്ലേ? എൻ്റെ വീടാണെന്ന് എനിക്കറിയാം, നീ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, നീ പറഞ്ഞിട്ട് വേണോ അതെൻ്റെ വീടാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട്? നീ പോടി, നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്, അവൾ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാണ്, അച്ഛനവിടെ സങ്കടത്തിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അദ്ദേഹത്തിന് സങ്കടം ഉണ്ടെങ്കിൽ ഇവിടെ വരുമായിരുന്നു, എന്നെ വിളിക്കുമായിരുന്നു, ഇതുവരെ വിളിച്ചില്ലല്ലോ അദ്ദേഹം. പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നേ ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ, എന്നെ ആരും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയും വേണ്ട, ഞാൻ വരത്തില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ, രേവതി എന്ത് ചെയ്യാനാ, അമ്മയുടെ താല്പര്യം ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷേ അച്ഛൻ നമ്മളോട് പറഞ്ഞ ആ ഒരു കാര്യമേ അത് മറക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും അമ്മയാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു എന്ന്? അതല്ല, അച്ഛൻ പറയുവാണ്, അച്ഛൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അച്ഛൻ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന്, ഇനി അവിടെയാണ് താമസിക്കാനായിട്ട് പോകുന്നത്, മക്കളെല്ലാവരും ഇവിടെ താമസിച്ചോ എന്നും പറഞ്ഞുകൊണ്ടാ. ഇന്നോ നാളെയോ അച്ഛൻ പോകും അച്ഛമ്മയുടെ അടുത്തേക്ക്.
അച്ഛമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര അങ്ങോട്ട് ഞെട്ടിപ്പോയി. അപ്പം ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുമെന്നോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അച്ഛൻ ഇന്നല്ലെങ്കിൽ നാളെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന്. പിന്നെ അതുമാത്രമല്ല, വേറൊരു കാര്യവും കൂടി എന്നോട് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് കേട്ട ഭാമയാണെങ്കിൽ എന്ത് കാര്യം പറയടാ, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. രവിയേട്ടൻ എന്താ പറഞ്ഞത്? അത് പിന്നെ എന്താണ്, അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അച്ഛൻ്റെ സുഹൃത്ത് ഇതേപോലെ ഈ സുഹൃത്തിൻ്റെ ഭാര്യ ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ വിളിച്ചിട്ട്, ഈ സുഹൃത്ത് വിളിച്ചിട്ട് ഈ ഭാര്യ ഒട്ടും വരുന്നില്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ? ലാസ്റ്റ് ഡിവോഴ്സായി. അവർ തമ്മിൽ പിരിഞ്ഞു. ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അച്ഛനും ഡിവോഴ്സ് ചെയ്യോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു ടെൻഷൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആകെ വിറങ്ങലിച്ചൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമ ചോദിക്കണം, ഒന്ന് പോടാ, അങ്ങനെ രവിയേടൻ ഡിവോഴ്സും ചെയ്യില്ല. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അമ്മ ഇങ്ങനെ മാറി നിന്നാൽ ചിലപ്പോൾ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ വയസ്സാങ്കാലത്തല്ലേ ഡിവോഴ്സ്. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ചെയ്തത്? ഒന്നുമില്ല രേവതി, നീ ചുമ്മാ പറയണമെന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഭാമാൻ്റെ ഈ വയസ്സാങ്കാലത്ത് പറഞ്ഞാൽ എത്രയോ പ്രായമായ ആൾക്കാർ അതേ ഡിവോഴ്സ് ആകുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു പ്രായമാണോ എൻ്റെ ആൻറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക്. അതെ, അവർ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പോലും പറ്റില്ല. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു. രേവതി വാ, നമുക്ക് പോകാം, ഇനി ഇവിടെ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഭാമ ഇതെന്താ ഭാമ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും രേവതി ചോദിക്കണം, എന്താ ചേട്ടാ, അച്ഛൻ ഡിവോഴ്സ് ചെയ്യണ കാര്യമൊന്നും പറഞ്ഞില്ല, പിന്നെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, അച്ഛനെ പിരിഞ്ഞ് അമ്മയ്ക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. രണ്ടുപേരും നന്നായിട്ട് വഴക്കൊക്കെ കൂടും. അമ്മ അച്ഛനോട് എപ്പോഴും എതിർത്ത് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അച്ഛനില്ലാതെ ആ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ശരിക്കും ഏറ്റിട്ടുണ്ട്. അമ്മ ഉടനെ തന്നെ പെട്ടി എടുത്തിട്ട് ആ വീട്ടിലേക്ക് വരും. നീ കണ്ടോ രേവതി? അങ്ങനെ ഇവർ രണ്ടുപേരും കയറി പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര ഭാമയോട് പറയണം, ഭാമേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഉടനെ തന്നെ രവിയേട്ടൻ്റെ അടുത്ത് പോകണം. ആ വീട്ടിലെ രവിയേട്ടൻ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും? ഒരിക്കലുമില്ല, എനിക്ക് രവിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്ര പെട്ടിയും തൂക്കി നേരെ ഓട്ടോറിക്ഷയെ വന്ന് ചന്ദ്രോദയത്തിൽ വന്ന് ഇങ്ങനെ ഇറങ്ങാം. അപ്പോൾ ചന്ദ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രേവതിയേ വന്നു ആള് വന്നു എന്ന് പറയാം. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ പെട്ടിയും തൂക്കിയിട്ട് നേരെ വീടിൻ്റെ വാതിക്കയുടെ മുന്നിൽ നിൽക്കുക. എങ്ങോട്ട് കയറി പോകുന്ന? അവിടെ നിന്നാൽ മതി നിങ്ങൾ. നിങ്ങളിവിടെ കയറി പോരുത്. ആരാടാ? ഇത് എൻ്റെ വീടാടാ, എന്നോട് ഇവിടെ കയറി പോകണമെന്ന് പറയാം. നീ ആരാടാ? എന്ത് പറഞ്ഞാലേ ശരി, നിങ്ങളുടെ വീടായാലും കൊള്ളാം, വീടല്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത്, അവിടെ നിന്നോളണം എന്നിങ്ങനെ പറയാണ്. പറഞ്ഞപ്പോഴേക്കും രവി, ആരോടാണ് നീ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിൽക്കുന്നു ചന്ദ്രയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രവിയുടെ മനസ്സൊന്ന് കുളിർന്നു. രവിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും അതെ, നിങ്ങൾ അവിടെ നിന്നാൽ മതിയെന്നും പറയാം. അപ്പോഴേക്കും ശ്രുതിയും ഓടി വരികയാണ്. അയ്യോ, ഇത് ആരാ വന്നിരിക്കുന്നത്? ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണം. അപ്പം അമ്മ വന്നല്ലോ അമ്മ. അയ്യോടാ, എൻ്റെ അമ്മ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. എൻ്റെ അമ്മയെ കണ്ടിട്ട് എനിക്ക് സങ്കടമാവുന്നു അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പുന്നാരം നമ്മുടെ ശ്രുതിക്ക്. അങ്ങനെ വാ അമ്മ, കയറി വാ. എടാ പോയടാ, അവരിവിടെ കയറാൻ പാടില്ല, നീ പോടാ. എൻ്റെ അമ്മയോട് കയറേണ്ടെന്ന് പറയാം. നീ ആരാടാ? അവിടെ നിന്നാ മതി. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ചില കാര്യങ്ങളോ? രേവതി, ഒരാരതി തട്ടെടുത്തിട്ട് വാ, ആരതി എടുത്തിട്ട് ഇവർ ഈ അകത്തേക്ക് കയറിയാൽ മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് ശരി, ആരതി. അപ്പോഴേക്കും ചന്ദ്ര പറയും, എനിക്കൊരു ആരതിയുടെ ആവശ്യമില്ല, ഞാൻ ഇങ്ങോട്ട് കയറും. ആരതിയുടെ ആവശ്യമില്ലെങ്കിൽ വലതുകാലെടുത്ത് വെച്ച് കയറിയാലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്നെ കളിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായടാ. അപ്പോഴേക്കും ശ്രുതി, അതെ അമ്മ, അവൻ കളിയാക്കിയാണ്, നമുക്ക് 2 കാലുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും കാലെടുത്ത് വെച്ച് കയറി വാ, ഇതൊക്കെ അമ്മയുടെ വീടാണ് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആദ്യം വലതുകാലെടുത്ത് വെച്ച് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയം വലതുകാല് പിന്നോട്ടെടുത്ത് വെച്ച് ഇടതുകാല് വെച്ച് ചന്ദ്ര കയറുകയാണ്. സച്ചിയാണ് ലാഭോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആംഗ്യം കാണിക്കലും. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.